ഈ കോരിച്ചെരിയുന്ന മഴയത്ത് നല്ല ചൂട് മട്ടൺ സൂപ്പ് ആയാലോ? ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല നാടൻ മട്ടൺ സൂപ്പ് തയ്യാറാക്കാം. ഇത് വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അതുപോലെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. മട്ടൻ്റെ കൈയും കാലും ഒക്കെ അടങ്ങുന്ന എല്ല് പീസസ് ആണ് ഞാനിവിടെ ഇതിനായി വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ചധികം ചെറിയുള്ളിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇതിലേക്കായി 25ഓളം ചെറിയുള്ളി, ഒരു 6-7 അല്ലി വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി എല്ലാം കൂടി തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സൂപ്പിന് ആവശ്യമായിട്ടുള്ള 1/2 കിലോയോളം വരുന്ന മട്ടൺ ബോൺസ് ഒരു 4-5 തവണ കഴുകി വൃത്തിയാക്കി അരിപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സ്പൈസസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് മല്ലി 3 ടേബിൾ സ്പൂണ്, കുരുമുളക് 3 ടേബിൾ സ്പൂണ്, ചെറിയ ജീരകം 1 ടീസ്പൂണ്, വലിയ ജീരകം 1 ടീസ്പൂണ്, പട്ട 2 കഷ്ണം, ഏലക്ക 4 എണ്ണം, ഗ്രാമ്പൂ 3 എണ്ണം. അങ്ങനെ അതെല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുത്ത് വെക്കുക. അതുപോലെ തന്നെ നേരത്തെ കാണിച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി എന്നിവയെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് നന്നായി ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഒരു കുക്കറിലേക്ക് കഴുകി വെച്ച മട്ടൺ ബോൺസ് ഇട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. ഈ സമയത്ത് കുക്കർ അധികം പ്രസ് ചെയ്യാതെ പ്രഷർ കയറാത്ത രീതിയിൽ അടച്ചാൽ മതി. ഈ എല്ല് പീസ് തിളച്ച് വരുമ്പോൾ ഒരു പത പൊങ്ങി വരും. അപ്പോൾ ആ പത നമ്മൾ കോരി മാറ്റുക. അത് നമുക്ക് വേണ്ടാത്തതാണ്. ഇത് തിളച്ച് വരുമ്പോൾ മേലെ ഇങ്ങനെ ഒരു പത പോലെ പൊങ്ങി വരും. ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിവാക്കി കൊടുക്കുക. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ടുകളും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ചതച്ച് വെച്ചതും പിന്നെ നേരത്തെ എടുത്തു വെച്ചിരുന്ന സ്പൈസസ് പൊടിച്ചതും അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ അതിലേക്കൊരു പച്ചമുളകും കൂടി ഇട്ടിരുന്നു, എരിവ് കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് 2 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും ഒരു 3-4 വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിലും ഇട്ട് നന്നായി വേവിച്ചെടുക്കുക. കുറച്ച് വലിയ കുക്കർ എടുക്കുന്നതാകും നല്ലത്. കുക്കറിൻ്റെ ടോപ്പിൻ്റെ മേലെ കൂടെ കുറച്ച് തിളച്ച് വരുന്നത് ഒഴിവാക്കാൻ അതാവും നല്ലത്. ആവി നന്നായി പോയ ശേഷം നമുക്ക് കുക്കർ തുറക്കാം. പിന്നെ ഞാനിവിടെ താളിച്ചൊഴിക്കാനുള്ള കുറച്ചധികം കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യിലോ വെളിച്ചെണ്ണയിലോ കുറച്ചധികം കുഞ്ഞുള്ളി മൂപ്പിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് താളിച്ച് ചേർക്കാം. നെയ്യിൽ താളിക്കുന്നതായിരിക്കും കുറച്ചും കൂടി രുചി. ഇവിടെ പിന്നെ നെയ്യ് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് താളിച്ച് ചേർത്തത്. ഉള്ളി മൂപ്പിച്ചത് ആട്ടിൻ സൂപ്പിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ശേഷം കുറച്ച് മല്ലിയിലയും നാരങ്ങാനീരും ഒഴിച്ച് ചൂടോടുകൂടി സെർവ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ നാടൻ സൂപ്പാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള മട്ടൻ്റെ ഈ സൂപ്പ് നമ്മുടെ ബോൺ സ്ട്രെങ്ത്തിനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ബോഡിയിലെ മിനറൽ കോണ്ടൻറ്റ് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും.